ഹായ് കൂട്ടുകാരെ, ഇന്ന് നന്ദക്കുട്ടന് 6:30 മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ ലഞ്ചും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊഞ്ച് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അത് നന്ദക്കുട്ടി പറഞ്ഞ് എനിക്ക് മന്തി വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ വയ്ക്കുകയാണ്. അതിന് ഉണക്ക നാരങ്ങ എനിക്ക് കിട്ടിയില്ല, പച്ച നാരങ്ങയെ കിട്ടിയുള്ളൂ. ഒരു പച്ച നാരങ്ങ, 3 പച്ചമുളക്, പിന്നെ ഒരു ഏലക്ക, ഗ്രാമ്പൂ, അതറിയാലോ. അത് ചേർത്ത് വെള്ളം തിളപ്പിച്ച്, ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരുന്ന ബസുമതി റൈസ് ഇട്ട് അരി വേവിക്കാൻ വച്ചു. അത് കഴിഞ്ഞ് മന്തിക്കുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കുക്കറിനകത്ത് സൺഫ്ലവർ വീഴ്ത്തി ഉപ്പിട്ടൊന്ന് വാട്ടുക. കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വോയിസ് ഇട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിനും ഒരു പേടിയായിരുന്നു, എൻ്റെ സൗണ്ട് കൊള്ളൂല എന്നൊക്കെയുള്ളൊരു പേടിയാണ്. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അങ്ങനെ കൊഞ്ചിനകത്ത് 2 മാഗി ക്യൂബ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഫ്രിഡ്ജിനകത്ത് 1 മണിക്കൂർ വേണമെങ്കിൽ വച്ചേക്കാം. അത് കഴിഞ്ഞ് കുക്കറിൽ വച്ചതിന് ശേഷം ഇതും കുക്കറിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ 3-4 പച്ചമുളകും കുത്തി, മഞ്ഞൾപ്പൊടി കലക്കിയതും മുളക് പൊടി കലക്കിയതും, പിന്നെ സ്മോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അവിടെ സ്മോക്ക് ചെയ്യുന്നത് നന്ദുവിന് മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സ്മോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അവർക്കത് വെച്ചിട്ട് കുക്കറടച്ച് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് മന്തി റെഡി. ആ കുക്കറിൽ ഇളക്കാൻ പാടായതുകൊണ്ട് ഞാനൊരു ഉരുളിക്കകത്തിട്ട് അത് റെഡിയാക്കി എടുത്ത്. അത് കഴിഞ്ഞ് നന്ദക്കുട്ടി ടേസ്റ്റ് നോക്കി. എൻ്റെ അടുക്കളയെല്ലാം ക്ലീനായി. നന്ദക്കുട്ടി ഇന്ന് മന്തിയും കൊണ്ടാണ് സ്കൂളിൽ പോയിരിക്കുന്നത്. നമുക്ക് വഴി കുറവാണ്, അതാണ് നമ്മളെ ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ മന്തി റെഡിയായി. മയണീസും ഉണ്ടാക്കി, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി, സലാഡും വെച്ച്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിറകെ ഇടുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം.